ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. 2024 റിലീസാകാനുള്ള സിനിമകളിൽ ഇന്ത്യയിൽ ഉള്ളവർ ഒട്ടാകെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് അല്ലു അർജുൻ്റെ പുഷ്പ 2. അത്രയും ഹൈപ്പോടെയാണ് പുഷ്പ 2വിനെ പ്രേക്ഷകർ കാണുന്നത്. കുറച്ച് ദിവസം മുമ്പ് ചിത്രത്തിൻ്റെ ടീസർ പുറത്തു വന്നിരുന്നു. അല്ലു അർജുൻ്റെ ബർത്ത്ഡേ ദിവസം ആയിരുന്നു ടീസർ വന്നിരുന്നത്. ഇതിനോടകം തന്നെ 113 മില്യൺ വ്യൂസിന് മുകളിൽ എത്തിയിട്ടുണ്ട്. അത്രയ്ക്കും ആകാംക്ഷയോടെയാണ് പ്രേക്ഷകർ ചിത്രത്തിൻ്റെ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുന്നത്. 2004 ആര്യ എന്ന ചിത്രത്തിലൂടെ മലയാളി പ്രേക്ഷകർ അല്ലു അർജുനെ സ്വന്തം നടനായി ഏറ്റെടുത്തിരുന്നു. സംവിധായകനായ ജിസ്ജോയുടെ ശബ്ദമാണ് ഡബ്ബിങ്ങിൽ ഉപയോഗിച്ചിരുന്നത്. കുറേ നാൾ വരെ മലയാളി പ്രേക്ഷകർ കരുതിയിരുന്നത് അല്ലു അർജുൻ്റെ സ്വന്തം ശബ്ദം ആണെന്നാണ്. അത്രത്തോളം പ്രേക്ഷകർ അല്ലു അർജുനെ ഇഷ്ടപ്പെട്ടിരുന്നു. ഒരു അന്യഭാഷാ നടൻ ആണെന്ന് പോലും മലയാളികൾ ഒന്നടങ്കം മറന്നു. പിന്നെ അങ്ങോട്ട് ബണ്ണി, ഹാപ്പി, കൃഷ്ണ അങ്ങനെ എല്ലാ ചിത്രങ്ങളും മലയാളികൾ ഏറ്റെടുത്തു. 2021 ഡിസംബറിലായിരുന്നു സുകുമാറിൻ്റെ സംവിധാനത്തിൽ പുഷ്പ എന്ന ചിത്രം വരുന്നത്. ഫഹദ് ഫാസിലിൻ്റെ പാർട്ടിയില്ല പുഷ്പ എന്ന എൻട്രിയോട് കൂടി ആയപ്പോൾ സൗത്ത് ഇന്ത്യ മുഴുവൻ പുഷ്പ ഫയറായി. അതും കടന്ന് ഹിന്ദിയിലും ഹിറ്റായതോടെ ചിത്രം എന്തുകൊണ്ടും ഒരു പാൻ ഇന്ത്യ മൂവി ലേബലായി. ഹിന്ദിയിൽ നല്ലൊരു കളക്ഷൻ തന്നെ നേടി. വേൾഡ് വൈഡ് കളക്ഷനായി 365 കോടിയോളം ചിത്രം നേടി. അതുമാത്രമല്ല, അല്ലു അർജുന് മികച്ച പ്രകടനത്തിന് മികച്ച നടനുള്ള ദേശീയ അവാർഡും ലഭിച്ചു. 3 വർഷം മുൻപ് ഇറങ്ങിയ ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗത്തിന് ഇത്രയും ഹൈപ്പും മറ്റൊരു ചിത്രത്തിന് നിലവിൽ ഉണ്ടാകില്ല. OTT അവകാശം ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. എന്തെന്നാൽ ചിത്രം റിലീസിന് മുൻപ് നെറ്റ്ഫ്ലിക്സ് OTT അവകാശം 275 കോടി മുടക്കി വാങ്ങിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ചിത്രത്തിൻ്റെ മ്യൂസിക് റൈറ്റും റെക്കോർഡ് തുകയ്ക്ക് വിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. 60 കോടിക്കാണ് മ്യൂസിക് കമ്പനിയായ ടി സീരീസ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളുടെ റിലീസ് പതിപ്പുകൾ 200 കോടിക്ക് മുകളിൽ വിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതായത് ചിത്രം റിലീസിന് മുൻപ് 475 കോടിക്ക് മുകളിൽ നേടിയിട്ടുണ്ട്. പുഷ്പ 2വിൻ്റെ വിജയത്തിനനുസരിച്ച് പുഷ്പ 3യും ചർച്ചയിലുണ്ട്.